താഴെ നോക്കിക്കോട്ടോ, ഈ ഡിസ്പ്ലേ ലൈൻ ഉണ്ട്. ഇപ്പം നമുക്ക് ടച്ച് ഫുൾ വർക്കിംഗ് ആണ്. ഇല്ല, ടച്ച് ഫുൾ വർക്കിംഗ് ആണ്. ഈ കണ്ണ ഐ സി ആണല്ലേ, ടച്ചിന് ഐ സി വരുന്നത്. ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. ഗ്രൈൻഡ് ചെയ്യാതെ നേരത്തെ റിമൂവ് ചെയ്തല്ലോ, അതേപോലെ റിമൂവ് ചെയ്തിട്ട് റീഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ എനിക്ക് ചെയ്ത് കാണിച്ചു തരണം കേട്ടോ. സ്ക്രീൻ ചെയ്തോ. അല്ലേ ആണല്ലേ, സ്ക്രീൻ ആണല്ലേ. നമ്മളുടെ ഐഫോൺ 13 സീരീസിലും 14 സീരീസിലും കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റ് ആണ് ടച്ച് വർക്കാവാത്ത കംപ്ലൈൻറ്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടുമിക്ക കേസുകളും ഒന്നെങ്കിൽ ഈ ടച്ചിൽ ഐസി ഷോർട്ട് ആയിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ടച്ച് ഐസി റീബോൾ റെഡി ആവാറുണ്ട്. പക്ഷേ 13 Pro 13 Pro Max 14 Pro 14 Pro Max നമുക്ക് സിമ്പിളായിട്ട് ഐസി റിമൂവ് ചെയ്തിട്ട് വീണ്ടും റീബോൾ ചെയ്യാം. പക്ഷേ 13 14+ ഇതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരിക. കാരണം ഈ ഒരു കറക്റ്റ് നമുക്ക് ഓപ്പറേറ്റ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ട്രെയിനിങ് താഴെനോട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേ ഓൾറെഡി ലൈൻ ഉണ്ടായിരുന്നു. ഇത് ആ ഐസ് റിമൂവ് ചെയ്തപ്പോൾ ആ ചൂട് തട്ടിയായിട്ട് ആ ലൈൻ അവിടെ പോയിട്ടുണ്ട്. ഡിസ്പ്ലേ ലൈന് പോയിട്ടുണ്ട്. ആ ഐസ് പോകുന്ന സമയത്ത് ചൂടാവുമല്ലോ, ആ സമയത്ത് പോയതാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഞാൻ 30 Pro കൊടുത്തു. 30 Pro ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്ത് സക്സസ് ആയി. പക്ഷേ 11 Proൻ്റെ ഐസി സാധാരണ അൺനോൺ പാട്ട് ഒഴിവാക്കുന്നത് ഐസി ഗ്രൈൻഡ് ചെയ്തിട്ട് വേറെ ഐസി ഫിക്സ് ചെയ്യലാണ്. അത് സിമ്പിളാണ്, അത്ര റിസ്ക് ഇല്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അൺനോൺ പാട്ടിൻ്റെ ഐസി റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് എന്താ ചെയ്യാം, യു ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഐസിനെ റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ ടച്ച് ഫുൾ വർക്കിംഗ് ആക്കി കാണിച്ചിടണം. ഇതാണ് സ്കില്ല്. അപ്പോൾ അവർക്ക് കുറച്ച് ടാസ്കിലായ വർക്ക് കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇരുന്ന് ചെയ്ത് സക്സസ് ആക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലും മെച്ചം എന്താ വെച്ചാൽ, താഹിർ പുറത്തേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ഏറ്റവും കൂടുതൽ വരുന്ന വർക്ക് ഇതാണ്. ഒന്നാമത് ഡിസ്പ്ലേ മാറുമ്പോൾ അണ്ണമാട്ട് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും റിസ്ക് എടുത്ത് വർക്ക് പഠിച്ചാൽ നമുക്കത് അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്. കുറച്ച് ടാസ്ക് കുറിച്ച് വർക്കാളെയും തരിക. അത് ഇപ്പോഴല്ല അത് മനസ്സിലാവുക, അത് നിങ്ങൾക്ക് പിന്നീട് വർക്കിന് കയറിയ ശേഷമായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ.